പറശ്ശിനിക്കടവ് മുത്തപ്പൻ്റെ അമ്പലം. ഇവിടുത്തെ പ്രധാന നിവേദ്യം കള്ള്, മത്സ്യം, പിന്നെ കാട്ടിറച്ചി. ചെറിയ യാത്രയുടെ ആരംഭിക്കുകയാണ്. അപ്പം ഇതാണ് തെയ്യക്കോലം. നമുക്ക് കിട്ടിയ ബോട്ട് എന്ന് പറയുന്നത് കേരള ഗവൺമെൻറ്റിൻ്റെ ബോട്ട് കേട്ടോ. പക്ഷേ തെയ്യം ക്ഷേത്ര കളിയല്ല, അതൊരു അനുഷ്ഠാന കളിയാണ്. നായകൾ അല്ലെങ്കിൽ പട്ടികളാണ് കാവലായിട്ടിരിക്കുന്നത്. നമ്മൾ പോയ ആ ബോട്ടില്ലേ, ഇതാ വരുന്ന ആ സെയിം ബോട്ട്. രാവിലെ 6 തൊട്ട് വൈകുന്നേരം 7 മണി വരെ നമ്മളിവിടെ സർവീസ് അവൈലബിൾ ആണ്. അവസാനമാണ് പയറും തേങ്ങാക്കൂത്തും. എൻ്റെ പേര് ബാലകൃഷ്ണൻ പെരുവണ്ണാൻ. ഈ 2 സമയത്താണ് ഇവിടെ മുത്തപ്പൻ്റെ ചടങ്ങ് നടക്കുന്നത്. ഇത് ഇത്രയും വലിയ ബോട്ടായതുകൊണ്ട് നമുക്ക് അത്രയും അടിപൊളിയായിട്ട് നമുക്കിത് കാണാൻ പറ്റുന്നുണ്ട്. ഹലോ ഗൈസ്, വെൽക്കം ടു മൈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ വന്നിരിക്കുന്നത് കണ്ണൂർ ജില്ലയിൽ തളിപ്പറമ്പ് താലൂക്കിൽ പറശ്ശിനിക്കടവ് എന്ന് പറയുന്ന സ്ഥലത്താണ്. പറശ്ശിനി മടപ്പുര ശ്രീ മുത്തപ്പൻ ക്ഷേത്രം. അപ്പം പറശ്ശിനിക്കടവ് മുത്തപ്പൻ്റെ അടുത്തോട്ട് പോവുകയാണ്. അപ്പം നമുക്ക് ഇതാ ഈ കാണുന്നതാണ് നമ്മളുടെ ബസ് സ്റ്റാൻഡ്. ഇവിടെ വന്ന് നമുക്ക് കണ്ണൂരിൽ നിന്ന് നേരെ നമുക്ക് ഡയറക്റ്റ് ബസ്സുണ്ട്. അതിപ്പം KSRTC ആണെങ്കിലും പ്രൈവറ്റ് ബസ്സിനാണെങ്കിലും നമുക്ക് വരാം കേട്ടോ. 25 രൂപ. ഇവിടെ വന്ന് ഇറങ്ങുക. ഈ ബോർഡിൻ്റെ നേരെ ഉള്ള വഴിയെ നടന്നു പോവാം. നമ്മൾ അവിടെ നിന്ന് കുറച്ച് മുന്നോട്ട് നടന്നു വരുമ്പം ഇവിടെ ഇങ്ങനെ ഒരു ബോർഡ് കാണാം. ഈ വഴി തന്നെ താഴോട്ട് ഇറങ്ങിപ്പോവാം. ഇതൊരു ഷോർട്ട് കട്ട് വഴിയാണ്. ഇത് പാലമാണ് കേട്ടോ, മേളിൽ കൂടെ പോകുന്നത്. പാലത്തിൻ്റെ അടിയിൽ കൂടെ നമ്മൾ മുന്നോട്ട് പോകുന്നു. എനിക്ക് സത്യം പറഞ്ഞാൽ വഴി അറിയത്തില്ല. ഞാൻ ആൾക്കാർ പോകുന്നതിന് പുറകെ അങ്ങ് പോകുന്നത് മാത്രമേ ഉള്ളൂ. ഞാൻ ഈ റീൽസിലും വീഡിയോയിലും കണ്ടിട്ടുള്ളത് മാത്രമേ ഉള്ളൂ. ഓക്കെ, അതാണ് ശ്രീ മുത്തപ്പൻ സന്നിധാനത്തിലേക്ക് സ്വാഗതം എന്ന് പറഞ്ഞൊരു ബോർഡ് കാണാമേ. ഇവിടെ നിന്നാണ് ഇനി ഉള്ളിലോട്ട് പോകേണ്ടത്. പറശ്ശിനി മടപ്പുര ശ്രീ മുത്തപ്പൻ ഉണ്ട്, ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇതാണ് പറശ്ശിനിക്കടവ് മുത്തപ്പൻ്റെ അമ്പലം. ഇതാണ് നമ്മൾ തപ്പി വന്ന മുത്തപ്പൻ്റെ അമ്പലം. ഇതുണ്ടോ, ഇതുപോലെ ബോട്ട് പോകുന്നുണ്ടോ. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇതുണ്ട്, ആ സൈഡിൽ നമുക്ക് ബോട്ടിങ്ങിനുള്ളൊരു സംഭവമുണ്ട്. ഇതുണ്ട്, ഇതുപോലെ വലിയ ബോട്ടും ഉണ്ട്, ചെറിയ ബോട്ടും ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യമേ അമ്പലത്തിൽ കയറിയിട്ട് നോക്കാം. സൈഡിൽ നിന്ന് ഇങ്ങനെ കാണുന്നത്. അപ്പം അവിടെ കൈയും കാലുമൊക്കെ കഴുകിയിട്ട് വേണം നമുക്ക് ഉള്ളിലോട്ട് കയറാൻ. നമുക്ക് കൈയും കാലുമൊക്കെ ഒന്ന് കഴുകി ഉള്ളിൽ കയറാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്യാമറ അലോഡല്ല. അവിടെ എല്ലാം ഫുൾ ബോർഡ് വെച്ചിട്ടുണ്ട്, വീഡിയോ എടുക്കാൻ പാടില്ലാതെ. അപ്പോൾ നമുക്ക് കാലും കൈയും നല്ല രീതിയിൽ കഴുകി ഇത് നേരെ ഫ്രണ്ടിൽ കണ്ടോ, കായലാണ് ഉണ്ട് വലിയൊരു ബോട്ട്. അടുത്ത ബോട്ട് വരും. പറശ്ശിനിക്കടവ് എന്ന് പറയുന്നത് ഇതായിരിക്കും. നമുക്ക് പോകേണ്ടത് മുന്നോട്ട് ജസ്റ്റ് കൊടിമരം വരെ പോയിട്ട് നമുക്ക് അവിടെ നിന്ന് ഓഫ് ചെയ്യാം. മുന്നോട്ട് അങ്ങനെ കയറിപ്പോകാൻ പറ്റത്തില്ല. അതാണ് അമ്പലം. അപ്പോൾ ഞാൻ തൊഴുതു, ഞാൻ വെളിയിലിറങ്ങി. ഇത് പറശ്ശിനിക്കടവ് മുത്തപ്പൻ്റെ കൊടിമരമാണ്. അപ്പം ഇവിടുന്ന് ഇതുണ്ട്. ഇവിടെ വരുമ്പോഴത്തേക്കും നമുക്കൊരു 2 നായകൾ അല്ലെങ്കിൽ പട്ടികളാണ് കാവലായിട്ടിരിക്കുന്നത്. ഇതിൻ്റെ ഉള്ളിലാണ് മുത്തപ്പൻ്റെ അമ്പലം ഉള്ളത് കേട്ടോ. അതുകൊണ്ട് അവിടെ നമുക്ക് പ്രസാദം കൊടുക്കുന്ന സ്ഥലമെന്ന് എഴുതിയിട്ടുണ്ട് കേട്ടോ. രാവിലെ 7:30 മണി മുതൽ രാത്രി 8 മണി വരെ പ്രസാദ വിതരണമുണ്ട്. പ്രസാദമാണ് പയറും തേങ്ങാക്കൂത്തും. ഈ ട്രിപ്പിന്റെ വിജയത്തിനായി നിങ്ങൾ എല്ലാവരും ആത്മാർത്ഥമായി നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാകണമെന്ന് പറഞ്ഞുകൊണ്ട് പാട്ട് പാടാനും ഡാൻസ് ചെയ്യാനുള്ള അവസരമുണ്ട്. ഇതെല്ലാം മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് ഈ ട്രിപ്പിന്റെ വിജയത്തിനായി നിങ്ങളെല്ലാം നമ്മളോട് കൂടെ നിൽക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ ചെറിയ യാത്രയുടെ ആരംഭിക്കുകയാണ്. ആദ്യമായിട്ട് ആരാണ് ഒരു പാട്ട് പാടി ഈ ട്രിപ്പ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തവരാണ്. നമുക്ക് കിട്ടിയ ബോട്ടെന്ന് പറയുന്നത് കേരള ഗവൺമെൻറ്റിൻ്റെ ബോട്ട് കേട്ടോ. അതായത് ആ ബോട്ടിനൊക്കെ 50 രൂപ അങ്ങനെ ചാർജുകളാണ്. അതിപ്പം ഡബിൾ ടെക്കർ പോലത്തെ വരുന്നതിന് മേളിൽ കയറുന്നതിന് 20 രൂപ അഡീഷണൽ കൊടുക്കണം. ഇതിലിപ്പോൾ നമുക്ക് 40 രൂപയ്ക്ക് ആ സെയിം ഫെസിലിറ്റി, അതായത് കേരള ഗവൺമെൻറ്റിൻ്റെ ബോട്ടിംഗ് സർവീസ് ഉണ്ടോ.
ഡെയിലി നമുക്ക് രാവിലെ 9:30-ക്കും ഉച്ചയ്ക്ക് 2 മണിക്കും പറശ്ശിനിക്കടവ് ജെട്ടിയിൽ നിന്നും നമുക്ക് സർവീസ് ട്രിപ്പ് പോകുന്നുണ്ട്. അത് വളവട്ടം വരെയാണ് ഇപ്പോൾ നമുക്ക് നിലവിൽ സർവീസ് ഉള്ളത്. ശരി. അപ്പോൾ 1 മണിക്കൂർ യാത്രയാണ് നിലവിൽ പറശ്ശിനിക്കടവിൽ നിന്ന് വളവട്ടത്തേക്കുള്ളത്. രാവിലെ 9:30-ക്കും ഉച്ചയ്ക്ക് 2 മണി. അത് ഓരോരുത്തർക്കാണെങ്കിലും പറ്റുമോ? പാക്കേജ് മാത്രമാണോ? അല്ല, അത് നമുക്ക് സർവീസ് ട്രിപ്പാണ്. ഇല്ലെങ്കിൽ നമ്മൾ പോകേണ്ട ട്രിപ്പാണ്. ഓ ശരി ശരി. ഓക്കെ. അതിനുശേഷം ഇവിടെ വന്നിട്ട് നമ്മൾ അരമണിക്കൂർ സർക്കുലർ ആയിട്ടാണ് ഇവിടെ കിടന്ന് നമ്മൾ ഓടുന്നത്. മനസ്സിലായി. അതിന് ആ സർവീസ് ട്രിപ്പ് കഴിഞ്ഞുള്ള സമയത്താണ് നമുക്ക് 1 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ സമയപരിധി എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ കയറി ഒരു 4:30 അങ്ങനെയാണോ? അങ്ങനെയല്ല സാറേ, നിലവിൽ രാവിലെ 6 തൊട്ട് വൈകുന്നേരം 7 മണി വരെ നമ്മളിവിടെ സർവീസ് അവൈലബിൾ ആണ്. ഓ ശരി. അപ്പോൾ അതിനിടയ്ക്കുള്ള സമയത്ത് സർവീസ് ട്രിപ്പിന്റെ ടൈം കഴിഞ്ഞുള്ള ടൈമിലാണ് നമുക്ക് ഈ പറഞ്ഞ സ്പെഷ്യൽ ട്രിപ്പായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ. എന്നാലും നമ്മൾ ഒരു ഏകദേശം ഒരു 1/2 മണിക്കൂറോളം ബോട്ടിങ് ചെയ്തു. തിരിച്ച് നമ്മൾ കയറിയ അമ്പലമില്ലേ, പറശ്ശിനിക്കടവ് മുത്തപ്പൻ, ആ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലോട്ട് ഇതാ കാണുന്നതാണ് ക്ഷേത്രം. അടുത്തുകൊണ്ടിരിക്കുകയാണ്. അകത്തപ്പം ഒത്തിരി പേര് ഫോട്ടോ എടുക്കുന്നു, വീഡിയോ എടുക്കുന്നു. അതുകൊണ്ട് കുറച്ച് പേരൊക്കെ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. അപ്പം നമ്മളും എടുത്തു, അത് ഞാൻ ഇപ്പോൾ കണ്ടല്ലോ. അപ്പം നമുക്ക് അമ്പലത്തിൻ്റെ അങ്ങോട്ട് ചെല്ലാം. പറശ്ശിനിക്കടവ് മുത്തപ്പൻ ടെമ്പിൾ. അപ്പോൾ അതിൻ്റെ തൊട്ട് ഫ്രണ്ടിലാണ് നമ്മളിപ്പോൾ ബോട്ട് കൊണ്ട് നിർത്തിയേക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് നല്ല രീതിയിൽ അമ്പലത്തിൻ്റെ ഉള്ളു വരെ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ കാണുന്നവരെല്ലാം നമുക്ക് ഇതുണ്ട്, ഫോട്ടോഷൂട്ടും എല്ലാം എടുക്കാൻ വേണ്ടി ഇരിക്കുന്നവരാണ്. അപ്പം മുത്തപ്പൻ്റെ ഫ്രണ്ടിൽ എല്ലാ ബോട്ടും ഇതുപോലെ നിർത്തും. പക്ഷേങ്കിൽ ഇത് ഇത്രയും വലിയ ബോട്ടായതുകൊണ്ട് നമുക്ക് അത്രയും അടിപൊളിയായിട്ട് നമുക്കിത് കാണാൻ പറ്റുന്നുണ്ട്. വൈകുന്നേരം തെയ്യം ഉണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത്. നമുക്ക് നോക്കാം, ഉള്ളിൽ കയറി വീഡിയോ എടുക്കാൻ പറ്റുവാണെങ്കിൽ നമുക്ക് തെയ്യം കൂടെ എടുക്കാം. ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ എടുക്കരുത്. വീഡിയോ എടുക്കാൻ പറ്റത്തില്ലെങ്കിൽ നമ്മൾ എടുക്കത്തില്ല. നോക്കാം എങ്ങനെയാണ്. തെയ്യം സ്റ്റാർട്ട് ചെയ്യാൻ സമയമായിട്ടുണ്ട്. അപ്പം ഞാൻ ഇങ്ങനെ നിന്നപ്പോഴാണ് നമ്മളുടെ ഈ പറയുന്ന മുത്തപ്പൻ തെയ്യം ആടി, അല്ലെങ്കിൽ കോലം കെട്ടി കോലധാരി എന്ന് പറയും, അങ്ങനെ തെയ്യം ആടുന്ന ഒരു ആളെ നമ്മൾ കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തെ നമുക്കൊന്ന് പരിചയപ്പെടാം. അപ്പം ഇതാണ് നമ്മൾ പറഞ്ഞ ആൾ കേട്ടോ, ബാലകൃഷ്ണൻ പെരുവണ്ണ. ഓക്കെ, ഇദ്ദേഹമാണ് നമുക്ക് ഇവിടെ ഈ കോലം കെട്ടി തെയ്യം ആടുന്ന ആൾ. അപ്പം എനിക്ക് എങ്ങനെ തുടങ്ങണമെന്ന് അറിയത്തില്ല, ഒന്ന് പരിചയപ്പെടുത്താമോ? പറശ്ശിനിക്കടവ് മുത്തപ്പൻ ടെമ്പിൾ കേരളത്തിലെ വളരെയധികം ഫേമസ് ആയിട്ടുള്ള ഒരു ക്ഷേത്രമാണ് മുത്തപ്പൻ ടെമ്പിൾ. ഡെയിലി 10,000-കണക്കിന് ആൾക്കാർ ഇവിടെ വരികയും മുത്തപ്പനെ കാണുകയും ദർശനം നടത്തുകയും അതുപോലെ തന്നെ മുത്തപ്പനോട് സങ്കടവും അനുഗ്രഹവും വാങ്ങിക്കാൻ വേണ്ടി നിരവധി ആളുകൾ ഇവിടെ എല്ലാ ദിവസവും എത്തിച്ചേരുന്നു. ഞാൻ ഇവിടുത്തെ ഒരു മുഖ്യ കോലധാരിയാണ്. അതായത് കോലധാരി എന്ന് പറയുമ്പം മുത്തപ്പൻ കെട്ടിയാടുന്ന ആൾ. 50 വർഷക്കാലമായിട്ട് ഞാൻ പറശ്ശിനിക്കടവിൽ മുത്തപ്പൻ കെട്ടിയാടുന്ന ഒരു കോലധാരിയാണ്. എൻ്റെ പേര് ബാലകൃഷ്ണൻ പെരുവണ്ണാൻ. ഈ 2 സമയത്താണ് ഇവിടെ മുത്തപ്പൻ്റെ ചടങ്ങ് നടക്കുന്നത്. സന്ധ്യക്ക് ദീപാരാധനയ്ക്ക് ശേഷം മുത്തപ്പൻ്റെ വെള്ളാട്ടം കെട്ടിയാടും. ഇവിടെ ചെറിയ മുത്തപ്പൻ വലിയ മുത്തപ്പൻ 2 ചൈതന്യമാണ്, വിഷ്ണുവും ശിവനുമാണ്. അപ്പോൾ വൈകുന്നേരം സന്ധ്യക്ക് ശിവചൈതന്യമായിട്ട് ചെറിയ മുത്തപ്പൻ വെള്ളാട്ടം. രാവിലെ 2 മുത്തപ്പൻ ഒന്നിച്ച് തിരുവപ്പനും വെള്ളാട്ടവും, അതായത് വലിയ മുത്തപ്പനും ചെറിയ മുത്തപ്പനും ഒന്നിച്ച് കെട്ടിയാടും. അപ്പോൾ നാളെ രാവിലെ ഞാനാണ് കെട്ടിയാടുന്നത്. ഇദ്ദേഹമാണ് ഇവിടുത്തെ മെയിൻ ആൾ. ഇന്ന് അല്ല, ഇന്നിപ്പോൾ ഇദ്ദേഹം ആടുന്നില്ല, നാളെയാണ് ഇദ്ദേഹം കോൽത്താരിയായിട്ട് ആടേണ്ടത്. നമ്മുടെ ഈ ക്ഷേത്രം ഉണ്ടല്ലോ, അപ്പോൾ ഇതിൻ്റെ പ്രത്യേകതയായിട്ട് പറയുകയാണെങ്കിൽ എന്തായിരിക്കും? മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ആചാര അനുഷ്ഠാന ചടങ്ങാണ് ഇവിടെ നടന്നു വരുന്നത്. അതായത് തികച്ചും ഒരു ജനകീയമായിട്ടുള്ള ഒരു രീതിയാണ് ഇവിടെ. അത് നിവേദ്യത്തിലായാലും ക്ഷേത്രത്തിൽ പ്രവേശനത്തിലായാലും എല്ലാം ഒരു ജനകീയമായിട്ടുള്ള ഒരു ആരാധനാ സമ്പ്രദായമാണ് ഈ മുത്തപ്പൻ്റെ. അതായത് വടക്കേ മലബാറിൽ ഗോഡ്സ് ഓൺ കൺട്രി എന്നറിയപ്പെടുന്ന വടക്കേ മലബാറിൽ അവിടെ ഈ ആരാധനാ സമ്പ്രദായം നിലനിൽക്കുന്നത് തെയ്യത്തിലൂടെയാണ്. തെയ്യം എന്ന് പറഞ്ഞാൽ അത് വെറും കലയല്ല. ക്ഷേത്രകലയായ കഥകളി, തുള്ളക്കളി, അതുപോലുള്ള പടയണി, ഇതൊക്കെ ക്ഷേത്രകലകളാണ്. പക്ഷേ തെയ്യം ക്ഷേത്രകലയല്ല, അതൊരു അനുഷ്ഠാന കലയാണ്. നമ്മൾ ആരാധിക്കുന്ന വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ മൂർത്തിഭാവമാണ്, സ്വരൂപം തന്നെയാണ് തെയ്യം.
അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജനങ്ങൾ ഇവിടെ വരുന്ന ജനങ്ങൾ മുത്തപ്പനോട് കാര്യങ്ങൾ പറയും, അനുഗ്രഹം വായിക്കുകയും പിന്നെ സങ്കടം പറയുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ആ സമയം മുത്തപ്പൻ അവരെ അനുഗ്രഹിക്കുകയും അവർക്ക് പിന്നെ വരുന്ന പരിഹാര നിർദ്ദേശങ്ങളും ഒക്കെ ചെയ്തു വരുന്ന ഒരു സമ്പ്രദായമാണ് ഇവിടെ. അപ്പോൾ ഇവിടെ ഈ ക്ഷേത്രത്തിൽ പിന്നെ ജാതിമത ഭേദമന്യേ ഏവർക്കും ഇവിടെ പ്രവേശിക്കാം. അപ്പോൾ പ്രവേശിക്കുന്ന അവസരത്തിൽ പ്രത്യേകമായിട്ട് യൂണിഫോമോ കാര്യമോ ഒന്നും വേണ്ട. ഏത് വേഷത്തിലും ഇവിടെ വന്ന് ഏത് സമയത്തും മുത്തപ്പനെ കാണാനും അനുഗ്രഹം വായിക്കാനുള്ള അവസരം ഇവിടെയുണ്ട്. അതുപോലെ തന്നെ നിവേദ്യത്തിൽ ഇവിടുത്തെ പ്രധാന നിവേദ്യം കള്ള്, മത്സ്യം, പിന്നെ കാട്ടിറച്ചി, പിന്നെ അതുപോലുള്ള പിന്നെ നിവേദ്യങ്ങളാണ് ഇവിടെ മുത്തപ്പൻ നിവേദിക്കുന്നത്. അത് പണ്ടുകാലത്തെ പിന്നെ തുടങ്ങിയത് ഇന്നും അതുപോലെ തന്നെ ആചരിച്ച് വരുന്നത്. അതാണ് ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകമായിട്ട്. ഇവിടെ നിത്യോത്സവമാണ് എല്ലാ ദിവസവും. എനിക്ക് ചോദിക്കണമെന്നുണ്ടായിരുന്നു, മെയിനായിട്ടുള്ളൊരു ഉത്സവ ദിവസം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇവിടെ പറശ്ശിക്കടവ് അറിയപ്പെടുന്നത് നിത്യോത്സവമായിട്ട് കൊണ്ടാടുന്ന ഒരു ക്ഷേത്രമായിട്ടാണ് പറശ്ശിക്കടവ് അറിയപ്പെടുന്നത്. അതായത് പിന്നെ വൈകുന്നേരം പിന്നെ ദീപാവലിക്ക് ശേഷം ഒരു 6 മണിയോടുകൂടി മുത്തപ്പൻ കെട്ടിയാണ്. അപ്പോൾ അതിനോടനുബന്ധിച്ചിട്ടുള്ള കർമ്മങ്ങളൊക്കെ ചെയ്തതിന് ശേഷം ഭക്തന്മാരെ മുത്തപ്പൻ അടുത്ത് വിളിക്കുകയും അവർക്ക് പറയാനൊക്കെ കേൾക്കുകയും പിന്നെ അനുഗ്രഹിക്കുകയും ചെയ്തു കൊടുക്കുന്നു. അതുപോലെ തന്നെ രാവിലെ 2 മുത്തപ്പൻ, വലിയ മുത്തപ്പൻ, ചെറിയ മുത്തപ്പൻ, ശിവനും വിഷ്ണുവാണ് സങ്കല്പം. ഇത് രാവിലെയാണ് രണ്ടും ഒന്നിച്ച് ഉണ്ടാവുക. അപ്പോൾ അതുപോലെ തന്നെ കർമ്മങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം ജനങ്ങൾ മുത്തപ്പൻ്റെ അടുത്തേക്ക് പിന്നെ പോവുകയും അവലാദികളും ഒക്കെ പറയുകയും അതിനുള്ള പരിഹാര നിർദ്ദേശവും ചെയ്തു കൊടുക്കുന്നതാണ് ഇവിടുത്തെ ദിനചര്യ. നമ്മൾ പോയ ആ ബോട്ടില്ലേ, ഇതാ വരുന്ന ആ സെയിം ബോട്ട്, ആ ബോട്ട് തന്നെ. അത് അടുത്ത ആളെ ട്രിപ്പിനെടുത്ത് ഇതാ വരുവാണ്. നമ്മൾ പോയ സെയിം ബോട്ട്. നമ്മൾ പോയ അതേ ബോട്ട് തന്നെ. അപ്പം നമ്മൾ പോയ ബോട്ടാണ് താഴെ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതാ പോകുന്നത്. നമ്മൾ അവിടുന്ന് ഈ പാലത്തിൻ്റെ ഇവിടെ വന്നു. ഈ പാലം മൊത്തം ഏതാണ്ട് 1 കിലോമീറ്ററോളം ദൂരമുണ്ട് കേട്ടോ. അതാണ് പറശ്ശിനിക്കടവ് ടെമ്പിള്, നമ്മൾ പോയ ബോട്ട് ടെമ്പിള്. അപ്പം ഇതാണ് തെയ്യക്കോലം. അമ്പലത്തിൻ്റെ ഉള്ളിൽ ക്യാമറ എടുക്കാൻ സമ്മതിക്കത്തില്ല. അപ്പം ഞാൻ കയറി തെയ്യം കണ്ടു. അപ്പം എനിക്കൊരു വേറൊരു ഭാഗ്യം കൊണ്ട് ലഭിച്ചു. നമ്മൾ ആ വെളിയിൽ നിന്ന് ഒരാളുമായിട്ട് സംസാരിച്ചില്ല. തെയ്യക്കോലം കെട്ടുന്ന കോലധാരിയെ അത് പരിചയപ്പെട്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നമ്പർ കിട്ടി. തൃശ്ശൂർ അടുത്ത ദിവസം വരുന്നുണ്ട്. അപ്പം വിളിക്കാം, നേരത്തെ പോര്, നമുക്ക് കിടുക്കനായിട്ട് തെയ്യത്തിൻ്റെ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു ലക്ക് കിട്ടി. തെയ്യം കാണാൻ പറ്റി, വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പം അന്ന് വിളിക്കുമ്പോൾ നമുക്ക് പോയി വീഡിയോ എടുക്കാം. അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.